അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോവുകയാണ്, ഷൂട്ടുണ്ട്, ഇന്ന് രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, നാളെ പിറ്റേ ദിവസം ക്ലൈമാക്സ് സീൻ എടുക്കേണ്ടതാണ്. ഫാസിൽ പറഞ്ഞു 6 മണിയാകുമ്പോഴേക്കും ലൊക്കേഷനിലെത്തണം. അന്ന് രാത്രിയാണ് ഏട്ടൻ മരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് സിനിമ. അപ്പൊ അത് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. ചെറിയൊരു പടമാണെങ്കിലും വലിയൊരു മെസ്സേജാണ് ആ പടത്തിലൂടെ. എന്താ അതുകൊണ്ട് മിണ്ടാൻ പാകില്ലേ ഗ്രൂപ്പിൽ വന്നു സിനിമാ നടി. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് IFFK ഒരുപാട് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള മൂവി ഫെമിനിച്ചി ഫാത്തിമയുടെ കട്ട ചങ്ക് ഫ്രണ്ട് ആയിട്ടുള്ള വെരി ടാലന്റഡ് ആക്ട്രസ് വിജയ് വിശ്വനാഥാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വെൽക്കം ടു ദ ഷോ. ഓ താങ്ക്സ്, സന്തോഷം. ഫെമിനിച്ചി സൂറത്ത അല്ലെ? അതെ, ഫെമിനിച്ചി സൂറത്ത. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ചെറിയൊരു പടമാണെങ്കിലും വലിയൊരു മെസ്സേജാണ് ആ പടത്തിലൂടെ എല്ലാവർക്കും തന്നിരിക്കുന്നതല്ലേ. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി? ഫെമിനിച്ചി ഫാത്തിമയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോനാവും, ചെറിയ മോൻ. അപ്പോ നമ്മുടെ ഈ ഡയറക്ടർ ഫാസിലിന്റെ തന്നെ ഒരു വെബ് സീരീസ് ഉണ്ട്, ട്യൂഷൻ വീട്. അതിലൊരു മെയിൻ കഥാപാത്രമായിരുന്നു സുപ്രൻ, മോനാണ് അത് ചെയ്തത്. അപ്പൊ അവന്റെ കൂടെ ലൊക്കേഷനിൽ പോവും വരും. അങ്ങനെ ഫാസിലിനെ കേട്ട് നല്ല അടുപ്പാണ്. അങ്ങനെ ഫാസിൽ ഞങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ സീനുകളൊക്കെ വെബ് സീരീസിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ടോ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഫാസിലിന്. അങ്ങനെയാണ് സൂറാത്തേലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം ആ വെബ് സീരീസിൽ അഭിനയിക്കണം ഉണ്ടായിരുന്നോ ആഗ്രഹം? ഇല്ല, ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. മോന്റെ കൂടെ പോവും, ലൊക്കേഷനിൽ നമ്മൾ അമ്മമാര് പോവും. അപ്പൊ ഇവൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ കുറച്ച് എല്ലാവരും നാളെ വരുമ്പോൾ ഒരു മാക്സി ഒക്കെ കൊണ്ടുപോട്ടോ, ഞങ്ങൾക്ക് ഒരു സീന് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം മാക്സി ഒക്കെ ആയിട്ട് പോയി. അപ്പൊ അവൻ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സീനൊക്കെ ചെയ്തു. പിന്നെ അത് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മളെ വീട് പോലൊക്കെ തന്നെയായിരുന്നു അവിടെ. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. സെയിം അതേപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അപ്പൊ സെറ്റിൽ വന്ന സമയത്ത് പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ എന്ന് വെച്ചാ അവന് തോന്നിയിട്ടുണ്ടാവും സൂറത്ത ചെയ്യാൻ പറ്റും തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു പേടി, ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചെങ്കിലോ പറഞ്ഞാതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തോ അതൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മളോട് പറയുമ്പോ ആയിക്കോട്ടെ. അധികം കഴിഞ്ഞിട്ടില്ല, സീരീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡിലേ വന്ന് അവൻ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്ന് നിർത്തിവെച്ചതാണ്. അതിന്റെ കൂടെ തന്നെ ഇത് നടക്കണ്ടായിരുന്നു. കൂടെ തന്നെ ഈ സിനിമ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ വീടിന്റെ അത് കഴിഞ്ഞു, ഒരു ഗ്യാപ്പ് ഇടും. ഒരു സീസൺ ആയിട്ടാണ് വെബ് സീരീസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പില് ഫെമിനിച്ചിയുടെ സെറ്റ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര റിലാക്സ് ആയിരുന്നു, ഭയങ്കര കംഫർട്ട് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് സിനിമ. അപ്പൊ അത് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. അപ്പോ ഫാസിലിന്റെ അടുത്ത് പറഞ്ഞു മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഷംല ഹംസ, കുമാർ സുനിൽ. അപ്പൊ എനിക്ക് ഈ രണ്ടുപേരും എനിക്ക് അറിയില്ല. അപ്പൊ അവ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തതാണ്, ഷംലയാണെങ്കിൽ ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഈ പേടിയായത് അവരുടെ കൂടെ അല്ലേ, അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ ഫാസിലെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നണില്ല, എനിക്ക് പേടിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഫാസിൽ പറയണ പോലെ ചെയ്താൽ മതി, ട്യൂഷൻ വീട് എങ്ങനെയാണോ ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് പിന്നെ 2 ദിവസം ആവുമ്പോഴേക്കും ഷംലി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയി, ഫ്രണ്ട്സായി. കുമാർജി ആണെങ്കിലും അപ്പൊ ഒക്കെ വേവ് ലെങ്ത് എന്ന് പറയുന്ന പോലെ ആയി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഭയങ്കര രസമായിരുന്നു, കംഫർട്ടായിരുന്നു. ലൊക്കേഷൻ മൊത്തം എടപ്പാള്, പൊന്നാനി ആ ഒരു തീരദേശം, ആ ഒരു കടപ്പുറത്തുള്ളൊരു വീടാണ്. അവിടുത്തെ ഉമ്മമാരും കുറെ താത്തമാരും അവിടുത്തെ കുട്ടികളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാവരും വന്നിരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കഥയും ഉസ്താദായിട്ട് കുമാർജി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, രസമായിരുന്നു. ഇപ്പം അതില് എന്താ പറയാ, ഷംലയുടെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിട്ടില്ല ഒരു അയൽക്കാരി, എന്ത് കാര്യത്തിലും കൂടെ ഞാൻ നിന്റെ കൂടെ. അപ്പൊ റിയൽ ലൈഫിലും എങ്ങനെയാ ഇത്? ഏതെങ്കിലും അങ്ങനെ റിയൽ ലൈഫ് ഫ്രണ്ട്സ് കുറെ ഉണ്ടോ?
ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആണ് ഫ്രണ്ട്സ് ഉള്ള ആളാണ്. അതാണ് എനിക്ക് നാച്ചുറൽ ആയിട്ട് ആ കഥാപാത്രത്തെ അഭിനയിക്കാൻ അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചപ്പോ ഞാൻ UP സ്കൂൾ മുതലേ ഉള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്, ഒരു 6 പേരുടെ ഞങ്ങൾ ഇപ്പോഴും. അത് കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ 10ാം ക്ലാസ്സിന്റെയും ഡിഗ്രിയുടെയും ഈ ഒരു 6 പേര് ഇപ്പോഴും ഉണ്ട്. അത് UP മുതലേ ഇപ്പോഴും ഉണ്ട്. അതിലിടയ്ക്ക് വരുന്ന ഫ്രണ്ട്സ്, ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അത് പിന്നെ പറയാനില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ചർച്ചകൾ മൊത്തം അതായിരിക്കും, ഫെമിനിച്ചി ഫാത്തിമനെ കുറിച്ചുള്ള. കുറെ ആയിട്ട് തന്നെയാവും. എന്താ എന്നെ കൊണ്ടൊരു സ്വൈരല്ലല്ലോ, അല്ലെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമ ഈ കിടക്കി നോക്കി നടക്കല്ലേ, കിടക്കുന്ന താഴെ വെച്ചൂടെ, എല്ലാരും കളിയാക്കലോ. കിടക്കെ തൂക്കി നടക്കാനുള്ള സീനാണ് എനിക്ക് തോന്നുന്നത്. ഷംലയെ കൊണ്ട് കുറെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കിടക്കെ തൂക്കി. ഭയങ്കര കട്ടിയുള്ള കിടക്കയാണ്, ഭയങ്കര വെയിറ്റ് ഉള്ള കിടക്കയാണ്. അപ്പൊ അതില് പഞ്ഞു കുറെ മാറ്റാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതത്ര വേണ്ട, ഒക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് അഭിനയിക്കേണ്ടി വരും. ആ ഒരു വെയിറ്റ് എടുക്കണ ഒരു ഭാവങ്ങളൊക്കെ. അപ്പൊ ഒരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നല്ലതെന്ന് വെച്ചിട്ട് അതന്നെ താങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു അവളപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുള്ളൂ, 7ാമത്തെ മാസം കണ്ടാണ്. അപ്പൊ ശരിക്കും നടുവേദന നടുവേദന ഉണ്ടായിരുന്നു ഷംലയ്ക്ക്. അതാ പിന്നെ ടേക്കിന്റെ സമയത്ത് അങ്ങോട്ട് എടുത്ത് നടക്കും. അവിടെ കട്ടി പറഞ്ഞാൽ അവിടെ വെക്കും. അല്ലാതെ കാണുമ്പോ നമുക്കും തോന്നും അയ്യോ ഇത്രയും കിടക്കാം, നമുക്ക് അറിയാലോ എത്ര ടേക്ക് വരെ എടുത്ത് പിന്നെയും വെക്കണം എന്നുള്ള സീനില്ലേ. നല്ല ഹെവി ആയിട്ടുള്ളൊരു കുറച്ചൊരു ടാസ്ക് ആയിരുന്നു അത് ഷംലേനെ സംബന്ധിച്ച്. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എങ്ങനെ തോന്നി, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു? സത്യം പറഞ്ഞാൽ ഞങ്ങളോട് സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഫാസില്. നിങ്ങളുണ്ട് വന്നാ മതി, ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. അപ്പൊ അതേപോലെ ചെന്നു ഫാസില് പറയണു, ഓരോന്നും ചെയ്യണു. അപ്പ തരികയാണ്. അപ്പ തരികയാണ്. ചിലപ്പോ സ്ക്രിപ്റ്റ് എഴുതിയ പോലെ ഒന്നും ആവില്ല. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് വെട്ടും. അങ്ങനെ ആലോചിക്കും, അതല്ല അത് അങ്ങനെ മാറ്റി ചെയ്യാം. അങ്ങനെയൊക്കെയാണ് സ്പോണ്ടാനിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഫാസിലിന്. അപ്പൊ മോഡുലേഷൻ പിന്നെ എനിക്ക് തോന്നുന്നു എടപ്പാള് സൈഡ് ആയതുകൊണ്ട് ആ ഒരു കറക്റ്റ്. ഞാന് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല, എന്റെ വീട് കേച്ചേരി അടുത്താണ്, ഇയാലാണ്. കല്യാണം കഴിച്ചത് എടപ്പാള് ആണെങ്കിലും അവിടെ എടപ്പാളും അത്ര അങ്ങോട്ട് സ്ലാങ് ഒന്നും ഇല്ല വീട്ടിലൊന്നും ഇവർക്ക്. പക്ഷെ എന്റെ അമ്മയുടെ വീട് മാറഞ്ചേരിയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്ലാങ് വേഗം പിടിക്കാൻ പറ്റി. അമ്മയുടെ വീടിന്റെ ചുറ്റും കുറെ ഇതുപോലെ മുസ്ലിം ഫാമിലി കുറെ ഫാത്തിമമാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ആ സംസാരമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? ഇഷ്ടപ്പെട്ട സീൻ എനിക്കിപ്പോ സിനിമ കാണുമ്പോ പിന്നെ മോളിനെ ബൈക്കിൽ കയറ്റി വിട്ടിട്ട് ആ സാധനം അതെനിക്ക് ഭയങ്കര വർക്കായി എല്ലാ തിയേറ്ററിലും. ഭയങ്കര ചിരിച്ചു. അപ്പൊ സത്യം പറഞ്ഞാ പിന്നെ ആ ഒരു ടേക്ക് ഷൂട്ടിന് ചെയ്യുന്ന സമയത്ത് ഫാസിൽ പറഞ്ഞ ഒരു സാധനം ചെയ്യ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയണത്, എന്നാലും ചെയ്ത് നോക്കൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തതാ. പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്കത് ഇത്രയും നല്ലൊരു വർക്കായിട്ടുള്ളൊരു ആരണ്ടി പറഞ്ഞിട്ട് പിന്നെ അതൊരു നെവർ മൈൻഡ് ആക്കി വിടുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഉമ്മ. മറ്റേ ഷംല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിലാകുമ്പോ ഇത് ഭയങ്കര ഈസി ആയിട്ട്. സത്യം പറഞ്ഞ ആദ്യത്തെ ഫെമിനിച്ചി സൂറാത്തയാണ്. അതെ ഫെമിനിച്ചി സൂറാത്തയാണ് ആദ്യത്തെ ഫെമിനിച്ചി. പിന്നെ ഇങ്ങോട്ട് ഫാത്തിമാനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നമ്മള്. ശരിക്കും റിയൽ ലൈഫില് ഫെമിനിച്ചി ആണോ? അതെ, കുറച്ചൊക്കെ അങ്ങനെ വേണ്ടേ. പിന്നല്ലാണ്ട് നമ്മള് കാലം മാറി. നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാന്നുള്ളത് വലിയ. എന്നെ സംബന്ധിച്ച് വീട്ടിലൊക്കെ ഭയങ്കര പുരോഗമന ചിന്താഗതിയുള്ള കൂട്ടത്തിലുള്ളവരാണ് എല്ലാവരും. ആണല്ലേ? അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. അതെ, അത് നന്നായി. ഇപ്പൊ ഈ അഭിനയം ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നോ? അഭിനയിക്കാനൊന്നും അങ്ങനെ ആഗ്രഹമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ആരാധന ഉള്ള ഒരു മേഖലയല്ലേ സിനിമാ മേഖല. അങ്ങനെയുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അഭിനയിക്കാൻ അതിന് മാത്രം ഇപ്പൊ നമ്മളെന്താന്നുള്ളൊരു എനിക്കറിയില്ല. ഞാനിങ്ങനെ എന്താ ചെയ്തെന്നോ, ഇങ്ങനെ എല്ലാവരും നന്നായി എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഇപ്പൊ എനിക്ക് ഈ സിനിമ ഇറങ്ങി 2ാമത്തെ സിനിമയും ചെയ്തപ്പോ എനിക്കൊരു മനസ്സിലൊരു ഒരാഗ്രഹം ചെയ്താൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്താൽ കൊള്ളാന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 3ാമത്തെ ഒരു സിനിമ, സൗബിന്റെ സിനിമ, അതിലൊരു ക്യാരക്ടർ ഒക്കെ ആയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കുറ്റ്യാടിയില്. നമ്മുടെ ഡേറ്റ് ആവണേ ഉള്ളൂ. 2ാമത്തെ സിനിമ എന്ന് പറഞ്ഞത് IFFK ഫെമിനിച്ചി കണ്ടിട്ട് നമ്മുടെ ഇർഷാദ് ഒക്കെ വിളിച്ചു. അതിന്റെ ഡയറക്ടറൊക്കെ ഒരു സിനിമ കണ്ട് ഇഷ്ടമായിട്ട് വിളിച്ചു. ഇതേപോലെ എങ്ങനെയാണോ സൂറാത്ത അതിനേക്കാൾ ഒന്നും കൂടെ ഉണ്ട് തോന്നുന്നു ഇപ്പൊ ചെയ്ത സിനിമയില്. നായികയുടെ കൂടെ തന്നെയുള്ള ഒരു ഫ്രണ്ടിനെ സഹായിയായിട്ട് അതേ സിനിമ അത് IFFK പോയിട്ടുണ്ട്.
ഇത് കിട്ടട്ടെ. അതെ അതെ അതെ, കിട്ടട്ടെ. ഈ ഇപ്പം ഇതിൽ തന്നെ ഉണ്ടല്ലോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുമ്പോ ആ ഒരു വാക്കിംഗ് നടന്നു വരില്ലേ, പറഞ്ഞൊക്കെ ഇട്ടിട്ട് അയ്യോ പറഞ്ഞിട്ട് നടന്നപ്പോ എന്താ നടക്കുന്നപ്പോ ഷുഗർ ഉണ്ട് അലിഞ്ഞു പോയിക്കോളൂ പറയുന്നത്. അങ്ങനെയുള്ള കുറെ ഉമ്മമാരുണ്ടല്ലോ. പിന്നെ അതെ അതെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. കൊറേ കഴിക്കുകയും ചെയ്യും, എന്നിട്ട് പേടിച്ചിട്ട് അവസാനം നടക്കാൻ ഓടും ചെയ്യും, നടക്കാറും ചെയ്യും. അത് നല്ലൊരു ഇതായിരുന്നു. അതൊക്കെ നമ്മൾ ശരിക്കും ചിരിച്ചിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ, പക്ഷെ വളരെ കോമഡി ആയിട്ട് കുറച്ചും കൂടെ നമുക്ക് എടുക്കാൻ പറ്റി. സീരിയസ് ആണ്, നമ്മൾ അത്രയും സീരിയസ് ആയിട്ടേ കാണുള്ളൂ. സ്ക്രിപ്റ്റിന്റെ വലിയൊരു, പിന്നെ അതൊക്കെ ഡയറക്ടറുടെ ഒരു വലിയ കഴിവായിട്ട് എല്ലാം ഫാസിലാണ്. ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ സിനിമയുടെ, ഫാസിൽ തന്നെയാണ്. നമ്മൾ ചെയ്തു നല്ലാണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ല കുറെ ഉമ്മച്ചിമാരും വന്ന് നിന്ന് നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അവര് ചിലപ്പോ, ചില ആൾക്കാർക്ക് ഇത് ഷൂട്ടിംഗ് ആണെന്ന് പോലും ചിലപ്പോ അറിയാത്ത ഉണ്ട്. ചിലവർ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ ഇപ്പൊ ഡെയിലി ഇങ്ങനെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ അവർക്ക് ഭയങ്കര ഒരു നാണക്കേട്, വിളിച്ചാ വരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ കൂട്ടായിട്ടിരിക്കുന്ന ആ ഒരു ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ പോണ ഒരു സീൻ ഉണ്ടല്ലോ, അതില് ഫാത്തിമാന്റെ പണിയൊക്കെ കഴിഞ്ഞാന്നൊക്കെ പറയണ ആ ഒരു സീനില് അവിടുത്തെ പരിസരത്തുള്ള ഉമ്മമാരാണ്. ആദ്യമൊന്നും വിളിച്ചിട്ട് വന്നില്ല. പിന്നെ കുറെ പരിചയമൊക്കെ അവിടെ അടുത്തുള്ള ഉമ്മമാരാണ്. അങ്ങനെ അവരൊക്കെ വന്നു. അങ്ങനെ പേടിയൊക്കെ മാറി. എല്ലാരും നല്ല കമ്പനിയായി. ഉസ്താദിനെ കാണുമ്പോഴും നമ്മൾ വിചാരിക്കില്ല അത് ശരിക്കും ഉസ്താദാണോ അല്ലേ എന്നുള്ളതില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ അടുത്തുള്ളവര് ശരിക്കും ഉസ്താദാന്ന് വിചാരിച്ചിട്ട് കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിരുന്നു കുമാർജിയുടെ അടുത്ത്. കുമാർജി അതല്ലേ അങ്ങനെ അല്ലാന്നൊന്നും പറയാൻ പോയില്ല. അങ്ങനെ അതെ, കാരണം പുള്ളിയുടെ ഒരു സംസാര സ്റ്റൈലും ആ ബോഡി ലാംഗ്വേജും എല്ലാം കറക്റ്റ് ഉസ്താദിനെ പോലെ ആയിരുന്നു. കുമാർജിനെ കേട്ടുള്ള ഒരു പിന്നെ സീൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു ബേജാറായിരുന്നു മനസ്സിൽ. ദൈവമേ, ഇവര് പിന്നെ ഇങ്ങോട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുമാർജി ആ ഒരു മാറി. അങ്ങനെ ഒപ്പം നിക്കണ്ടേ നമ്മള്. അതെ, ഒപ്പം നിക്കണ്ടേ. കുറെ സീനുകളൊക്കെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് കുറെ ഞാനും കുമാർജി തമ്മിലുള്ള 1-2 ഇതൊക്കെ ഉണ്ടായിരുന്നു. തമാശ കോമഡി ആയിട്ട് വരുന്നത് ലെങ്ത് കൂടി. അതെ 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 അതെ, പ്രശ്നം കൊണ്ട് കട്ടായി. അവിടുത്തെ വേറെ എന്തൊക്കെയായിരുന്നു രസകരമായിട്ടുള്ള അനുഭവങ്ങള്? ഷംലയായിട്ട് എങ്ങനെ? ഷംലയായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ഇതേപോലെ തന്നെ ഓരോ ഫാത്തിമി സൂറ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു ഞങ്ങള് നേരെ. പിന്നെ അതെ 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 അതെ, ആക്ഷൻ പറയണ്ടാന്ന് പറയും, പിന്നെ നിങ്ങൾ പറയും. രസമായിരുന്നു. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ചൊരു ബ്രദേഴ്സിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അനിയന് ആക്സിഡന്റ് ആയി. അത് 2024 ഫസ്റ്റിലാണ് ആക്സിഡന്റ് ആയി. അവന് ഒത്തിരി വലിയ സർജറി, അങ്കമാലി LF-ലൊക്കെ ആയിരുന്നു. അവസാനം അവൻ്റെ 2 കണ്ണിന്റെ കാഴ്ച പോയി അനിയന്റെ. അപ്പൊ അത് ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ മൂത്ത ആൾക്ക് ചേട്ടന് ചെറിയൊരു പ്രശ്നമൊക്കെ ആയി. നോക്കുമ്പോൾ ബയോപ്സി ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെയാണെന്നൊരു സ്ഥിരീകരണം വന്നു. അനിയനെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് പിന്നെ ഏട്ടനായിട്ട് MCC-യിലായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ്. അതിന്റെ ഇടയ്ക്കാണ് ഫെമിനിച്ചിയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും തുടങ്ങി വെച്ചതല്ലേ, പിന്നെ നമ്മളങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതില്. പിന്നെ മൂത്ത ബ്രദറിന് കൂടി 4th സ്റ്റേജൊക്കെ കഴിഞ്ഞ് ആകെ പ്രശ്നമായി. വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നു. ഞാൻ പകല് ഷൂട്ടിന് വരും, പൊന്നാനിക്ക് വരും, രാത്രി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഷൂട്ടുണ്ട്, ഇന്ന് രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, നാളെ പിറ്റേ ദിവസം ക്ലൈമാക്സ് സീൻ എടുക്കേണ്ടതാണ്. ഫാസിൽ പറഞ്ഞു 6 മണിയാകുമ്പോഴേക്കും ലൊക്കേഷനിലെത്തണം. അന്ന് രാത്രിയാണ് ഏട്ടൻ മരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല. ഹസ്ബൻഡ് അറിഞ്ഞ് രാത്രി എന്നെ ഫാസിലിനെ വിളിച്ചു. ഞാൻ അതൊന്നും അറിയണില്ല. ഫാസിലിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഫാസിലിനാണെങ്കിൽ ഇത് IFK-ക്ക് കൊടുക്കേണ്ട ഡേറ്റായി. ഈ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അഭിനയിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. വിശ്വേട്ടൻ തന്നെ എന്നെ ലൊക്കേഷനിൽ വിട്ട് അവർ നേരെ വീട്ടിൽ പോയി. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും സ്പീഡിൽ എൻ്റെ എടുക്കണു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോവുക. പോണ വഴിക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഏട്ടൻ്റെ കാര്യം. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഫാസിൽ കുറച്ച് കഷ്ടപ്പെടും, ഒന്നെങ്കിൽ വേറൊരു സൂറാത്താനെ കണ്ടുപിടിച്ച് അത്രയും എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ IFFK-ൻ്റെ ഡേറ്റ് മാറും. അപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡ് കറക്റ്റായിട്ടൊന്ന് കൈകാര്യം ചെയ്തുകൊണ്ട്
ഒരു സംഭവത്തിലേക്ക് എത്തി. അപ്പൊ എനിക്ക് ഈ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് എനിക്ക് അത്രയും വിഷമമാണ് മനസ്സിൽ. പക്ഷെ അത് രണ്ടും ബാലൻസ് ചെയ്ത് നമുക്ക് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ എന്തോരം മനസ്സിൽ അത്രയും വിഷമങ്ങളായിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാലേ. ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ മൂപ്പരതാ ഫാസിൽ ഇത്രയും ഇത് വെച്ച് ചെയ്ത് വെച്ചൊരു വർക്കല്ലേ അത്. നമ്മുടെ ഈ ഒരു കാരണം കൊണ്ട് അവന്റെ ഒരു അവ എത്ര ബുദ്ധിമുട്ടും എന്ന് വെച്ചിട്ട് അന്ന് മൂപ്പരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു അതും എന്തോ ഒരു ഓരോ സത്യം അത് വല്ലാത്തൊരു സാഹചര്യമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നമുക്ക്. പിന്നെ അങ്ങനൊരു സാഹചര്യം ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറയുമ്പോ സന്തോഷമുണ്ട്, അതിലേറെ ദുഃഖാണ്, സങ്കടം, ഓർമ്മകളാണ്. അതെ, അച്ഛൻ മരിച്ചു 6 വർഷമായി. പിന്നെ ഉള്ളത് ഏട്ടനും അനിയനുമാണ്. ഏട്ടൻ മരിച്ചു, ഉള്ള ആൾക്ക് കണ്ണ് കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ സിനിമ റിലീസായപ്പോഴും പൂർണ്ണമായിട്ട് അത് ഇല്ല. എനിക്ക് അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് എൻ്റെ അമ്മേനെ ഒന്ന് കൊടുന്ന് കാണിക്കാനൊന്ന് ശ്രമിച്ചത്, കാണാൻ പറ്റിയില്ല. ഇനി വേറെ ദിവസം അവരെ കൊണ്ടുപോയി കാണിക്കണം. വിഷമാണ്, നമ്മളെന്താ ചെയ്യാ. അതെ അതെ, എന്താണെങ്കിലും നമുക്ക് വിഷമത്തിലോട്ട് അധികം പോണ്ട. അതെ അതെ, അല്ല എനിക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ കാര്യങ്ങൾ പറയുമ്പോഴേ മനസ്സിലായി. അതെ, നമുക്കത് ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ അനുഭവിച്ചത് എല്ലാം കൂടി ഓർമ്മ. അതെ അതെ, നമുക്ക് എത്ര കല്യാണം കഴിഞ്ഞ് പോയി നമ്മൾ അവിടെ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടില് ഹാപ്പി അല്ലെങ്കിൽ. അതെ അതെ അതെ, സത്യം സത്യം. പ്രത്യേകിച്ച് ഇത് വല്ലാത്ത ട്രാജഡി, ഓരോന്നും കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞ പോലെയാണ്. പെട്ടെന്ന് രണ്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. ഈ എന്താ പറയാ, അല്ലെങ്കിൽ എന്തൊക്കെയാ ഹോബീസ്? വീട്ടില് പാട്ടൊക്കെ പാടും തോന്നുന്നുണ്ട്. പാട്ടില്ല, അങ്ങനെ മോളും ഇവരുടെ കൂടെ വേറെ എന്തൊക്കെയാ? സത്യം പറഞ്ഞ ഞാനൊരു PSC കാത്ത് നടക്കുന്ന ഒരാളായിരുന്നു. രണ്ട് ലിസ്റ്റിലൊക്കെ വന്ന് ഇപ്പൊ കിട്ടും എന്ന് വെച്ചിരിക്കുകയെന്നല്ലാണ്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ പഠനമൊക്കെ പിന്നെ നമ്മുടെ പഠനം ഒന്ന് ഉപേക്ഷിച്ചു. പിന്നെ മക്കളുടെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ മോൻ ചെറിയ ആള് അഭിനയം പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവന്റെ കൂടെ പല സ്ഥലത്തേക്കും പോവാനുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു ട്രെയിൻ വന്നത്. ഈ പാട്ട് പാടുന്ന പറയുന്നത് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് നല്ലൊരു സിംഗറാണ്. അതെ, ഹസ്ബൻഡ് സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്. വിശ്വനാഥ്, എടപ്പാൾ വിശ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, പാട്ടുകാരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലൊക്കെ നല്ല ഫേമിക്കുന്ന പണ്ടത്തെ ഗാനമേളകളൊക്കെ ഒരുപാട്. അതെ അതെ, പണ്ട് തൃശ്ശൂർ വേവ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പായിരുന്നു അവരുടെ. എന്താണ് തൃശ്ശൂർ വേവ്സ് അതായിരുന്നു അവരുടെ. അത് ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൊരു. അപ്പം അല്ല, പുള്ളി പാടുന്ന കാരണം കൊണ്ട് ആ പാട്ടിന്റെ ചെറിയ അംശങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ കിട്ടാതിരിക്കില്ല. അത് നമ്മള് സാധാരണ വീട്ടിലെങ്ങനെയാ അങ്ങനെയൊക്കെ അത് പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യം ഓർമ്മ വന്നു. ലാസ്റ്റിലത്തെ ഒരു സീന്, മേശമ്മേലിരിക്കണ പൂമ്പാറ്റ. അതെങ്ങനെയായിരുന്നു ആ പാട്ട് വന്നത്? അതെങ്ങനെയാ പറഞ്ഞു. പിന്നെ ഫാസിൽ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇങ്ങനെ പണി ചെയ്യണ്ട, തേങ്ങ ചെറുകല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മൂളിപ്പാട്ട് പാടിക്കോ. ഞാൻ പറഞ്ഞു, സിനിമ പാട്ട് മതി. സിനിമ പാട്ട് അല്ല, ഏതാച്ചാ പാടിക്കോ, സിനിമ പാട്ട് നമ്മളെ പാട്ട് അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ പാടിയിരുന്ന 1-2 പേര് ഇങ്ങനെ പാടിയിരുന്ന ഒരു ഓർമ്മ വന്നു. ഒരു 4 പേര് പാടി. അപ്പൊ അവരിഷ്ടായി, അത് മതി. അത് പണ്ട് പാടിയ പാട്ടാണ്. അപ്പം പണ്ട് നമ്മള് കളിക്കുമ്പോഴൊക്കെ 5-6 പഠിക്കുമ്പോ കളിക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ഓർമ്മ, ആ ഒരു 4 പേര് എന്നെ ഓർമ്മയുള്ളൂ. അങ്ങനെ പാടിയത് അത്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ സാധനം ഉണ്ടാക്കണതും കൊണ്ട് കയറ്റും ആ പാട്ടും സീനും തമ്മിൽ ഭയങ്കരമായിട്ട് സിങ്കായി. മേശമേലിരിക്കണ പൂമ്പാറ്റെ അനക്കൊന്ന് ദുബായിക്ക് പോയി കൂടെ, അവിടുന്ന് കത്തുകൾ അയച്ചു. ഇത് പാട്ടാണ്, ആൽബത്തിലെ പാട്ടാണ്. പക്ഷെ അത് കേട്ടിട്ട് പൊന്നാനിയുള്ള 1-2 പേര് പറഞ്ഞു, കുട്ടിക്ക് എവിടുന്ന ഈ പാട്ട് കിട്ടിയത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാട്ട് കിട്ടിയത് പറഞ്ഞു പണ്ട് മാമന്റെ വീട്ടിൽ നിന്നൊക്കെ. മാമന്റെ വീട് എവിടെയാ പറഞ്ഞു? മാറഞ്ചേരി. ഓ, ഇത് ഞങ്ങളൊക്കെ പണ്ട് പാടി നടന്നായിരുന്ന പാട്ടാണ്, പക്ഷെ എന്റെ വരി ഇങ്ങനെ അല്ലാട്ടോ ശരിക്കും പറഞ്ഞു. അങ്ങനെയല്ലായിരുന്നു അല്ലേ? അത് വേറെ എന്തൊക്കെയോ ആണ്, അറിയില്ല സത്യം പറയാലോ. കുക്കിങ്ങിലൊക്കെ എങ്ങനെയാ? കുക്ക് ചെയ്യും നമ്മൾ തന്നെയല്ലേ കുക്ക് ചെയ്യാ. നാടൻ പിന്നെ ചോറ്, മീൻകറി, സാമ്പാർ, നമ്മള് സാധാരണ ഇഷ്ടമുള്ള ഭക്ഷണങ്ങള്. അതെ അതെ അതെ, വീട്ടില് ഞാൻ തന്നെ ഉണ്ടാക്കും. ഈ സിനിമ എന്ന് പറയുമ്പോഴേ ഒരു സാധാരണ കിടക്ക മൂലം ഉണ്ടാവുന്ന ഒരു വിപ്ലവ കഥ. അപ്പൊ ആ പട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാവരുടെ വീട്ടിലുള്ള ആ പട്ടിയുടെ കഥ പറഞ്ഞാൽ എളുപ്പമല്ല. ആ പട്ടി അതിനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഫാസിലും അവിടുത്തെ പിള്ളേരും കുറച്ച് കഷ്ടപ്പെട്ടു. എന്താ വെച്ചാല് ഈ ബെഡിൽ കയറി നിക്കണല്ലോ. അപ്പോ ഫാസിലൊരു ദിവസം ഇതുപോലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തൊട്ട് ബാക്കിൽ തന്നെയാണല്ലോ കടല്. അപ്പൊ അവിടെ പോയിരിക്കുമ്പോ ഒരു പട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കായിരുന്നു, കൂടെ ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ മെല്ലെ ബിസ്ക്കറ്റ് കൊടുത്തു. പിറ്റേ അതേ സമയത്ത് നായും വന്നു, ഫാസിലും വന്നു, ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെ 2-3 ദിവസം ബിസ്ക്കറ്റ് കൊടുത്ത് അതിനെ മെല്ലെ വരുതിയിലാക്കിയിട്ട് അങ്ങനെയാണ് അവിടെ എത്തിയത്. ശരി. പിന്നെ നായൻ അങ്ങോട്ട് വന്നു, ആ ബെഡിൽ കയറി നിന്നു, ആ സാധനം എടുക്കണം. അല്ലാതെ ഇപ്പൊ നമ്മള് സെലിബ്രിറ്റി ആയിട്ട് മാറി. അതൊരു സെലിബ്രിറ്റി ആണ് സത്യം പറഞ്ഞാല്. കാരണം പെട്ടെന്ന് ഇതേപോലെ ബിസ്ക്കറ്റ് കൊടുത്തു. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞങ്ങൾക്കും അതൊന്നും എടുക്കുമ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ഫാസിൽ പറഞ്ഞു തരാം ഞങ്ങളെടുത്ത്. നിങ്ങളപ്പോ കണ്ടിട്ടില്ല? ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒച്ചബഹളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരില്ല. അപ്പൊ ഇപ്പം അത് അവിടെ തന്നെ ഉണ്ടാവില്ല, സ്ഥലത്തിന് ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടാവും എന്തായാലും. അത് അവിടുത്തെ ഒരു ഏരിയയിലെ ആളാ തോന്നുന്നുണ്ട്. അത് ഭയങ്കര ഒരു കഥയായി പോയിട്ടോ, പോയി കൊടുത്ത് മൂത്രയിപ്പിച്ചിട്ട്. അതെ. ഇത് കഴിഞ്ഞിട്ട് വന്ന കോൾസ് ആണ് ഇപ്പൊ ബാക്കി 2 പടങ്ങൾ. അതെ. രണ്ടാമത്തെ ഒരു പടം, ഒന്ന് നമ്മുടെ ഇർഷാദ് അലി. ഇർഷാദ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരെ. ഇയാള് കേച്ചേരി അടുത്തടുത്താണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുന്നേ അറിയാം, വിശ്വനെ അറിയാം ഇർഷാദ്. അപ്പൊ അങ്ങനെ ഇർഷാദ് ഒരു സിനിമ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞടി ഒരു സിനിമ ഉണ്ട്, ഈ ഒന്ന് ചെയ്തു തരണം കേട്ടോ. ഇർഷാദ് ഞാനോ ചോദിച്ചു. ഫെമിനിച്ചി തന്നെ നമ്മള് അടുപ്പുള്ള ബേസിൽ അങ്ങനെ ചെയ്തതാ. പിന്നെ കുറച്ചുകൂടി ഇവരുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറഞ്ഞൊരു പേടി. അപ്പൊ ഞാനോ നീ എന്നെ ചെയ്യണം കേട്ടോ. പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ? പിന്നല്ല, ഈ ഫെമിനിച്ചി ചെയ്ത ആളല്ലേ, നമുക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളം, അബുക്കായിരുന്നു. പിന്നെ അതുപോലെ അജു വർഗീസ് ഉണ്ടായില്ല, നിലമ്പൂർ ആയിഷ, വിജിത, RJ വിജിത, പിന്നെ ശ്രീല നല്ലേടത്ത് അടുക്കള യൂട്യൂബ് ചാനൽ ആ ചേച്ചിന്റെ. എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല്. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പ് വെച്ചു, 2-3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പോയപ്പോഴാണ് ഞാൻ ഇവരുടെ കാണുന്നത്, വിജിതേനെ കാണുന്നത്. ശ്രീല നല്ലേടാണ് പിന്നെ നമ്മളൊരു പരിചിതം മുഖം. നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി, സംസാരിച്ചു. ഇപ്പൊ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. ഞങ്ങൾ അങ്ങോട്ട് പോണു, ഇങ്ങോട്ട് വരണോ, ഒരുമിച്ചാണ് ഇപ്പൊ. അടുത്ത് തന്നെയാണോ വീട്? അത് ഞങ്ങൾ എടപ്പാള്, ചേച്ചി വളാഞ്ചേരി അടുത്ത് കൈപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അധികം ദൂരമൊന്നുമില്ല. അപ്പം ചേച്ചിയുടെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ചാൻസ്. പിന്നെ നല്ലയിടത്ത് പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങള് കാലത്ത് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകും. ഊണും കഴിഞ്ഞ് വൈകുന്നേരം വരുള്ളൂ. അവിടുത്തെ നല്ലൊരു സദ്യ എന്ന് പറയാൻ ഈ അവിടുത്തെ നല്ലൊരു തൈരും ഒരു എന്തെങ്കിലും അച്ചാറ്, ഇതൊക്കെയാണ്. പിന്നെ നല്ലയിടത്തിന്റെ കാര്യം പറയണ്ടല്ലോ, പാചകത്തിന്റെ കല പറയണം അവിടെ. പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങൾ. നാടൻ അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സാധനം. അതും നമ്മള് കുക്കറിലൊന്നല്ല, അവര് അടുപ്പ് കത്തിച്ച് കലത്തിൽ വേവിച്ച് അങ്ങനെയൊക്കെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ. അവര് കൂടെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അഭിനയിക്കുമ്പോ പിന്നെ നല്ല എനിക്ക് ഭാഗ്യായിരുന്നു. ഇപ്പൊ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത് ഇത് കണ്ടിട്ട്? ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര പിന്നെ തീ തന്നെയാണോ. പിന്നെ സിനിമ കണ്ടിട്ട് ചോദിച്ചു, ഈ അവിടെ അഭിനയിക്കായിരുന്നില്ല, ഈ എങ്ങനെ വീട്ടില് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഈ അവിടെ. ഞങ്ങൾക്കൊന്നും തോന്നിയില്ല കേട്ടോ, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ഇവരില്ലാത്തൊരു വേറൊരു സ്നേഹം. അല്ല ഇപ്പൊ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ സെലിബ്രിറ്റി അവർക്ക് അയ്യോ എന്താ ഇപ്പൊ അതുകൊണ്ട് മിണ്ടാൻ പാകില്ലേ ഗ്രൂപ്പില്. വന്നു സിനിമാ നടി, അങ്ങനൊക്കെ രസകരമായിട്ടുള്ള സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചടങ്ങുകൾക്കൊക്കെ പോയിരുന്നോ? അത് കഴിഞ്ഞിട്ട് കുറെ 1-2 ഫംഗ്ഷനൊക്കെ വിളിച്ചു, 1-2 ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്ര നാളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും ചെറിയ മോനുമാണ് അങ്ങനെ പോയിരുന്നത്. അപ്പൊ 2 ദിവസം മുന്നേ ഒരു കോള് വന്നു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ആരെ വേണ്ടേ ചോദിച്ചു. ഞാൻ ഹസ്ബൻഡിനെ ആണോ ഇനി മോനെ വേണം? അല്ല വിജയൊന്നും വരും. ഞാനോ വരാം. അപ്പൊ ഞാൻ വീട്ടിലൊന്നുകൂടി ചോദിച്ചു, ഞാൻ ഇന്നെ വിളിക്കണു, ഉൾക്കൊണ്ടിട്ടില്ല ഞാനൊരു സംഭവമായി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോ. ഇനിയിപ്പൊ ഇല്ലാന്ന് പറഞ്ഞാ ജാടാന്ന് പറയാൻ വേഗം ഇരിക്കും. ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും ജാടയിലേക്ക് പോകും. അപ്പോ അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു IFFK ഒരുപാട് അല്ലെ അവാർഡ്സുകൾ ഒരുപാട്. അയ്യോ IFFK സത്യം പറഞ്ഞ IFFK ഞാൻ കേട്ടിട്ടുള്ളൂ, ജീവിതത്തിൽ പോവോന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ ഒരു വിചാരം ബുദ്ധിജീവികൾ മാത്രം പോകുന്ന ഒരു സ്ഥലം എന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷെ നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഏത് കാറ്റഗറി ആളുകളും അവിടെ ഉണ്ട്. ചെറുപ്പക്കാരും മിഡിൽ ഏജും പ്രായമായവരും ഒക്കെ. ഒരു ലോകാണത്. ഞാൻ പോയി, ഹസ്ബൻഡും വന്നപ്പോ ഞങ്ങളത് പറഞ്ഞിരിക്കും ഇനി അടുത്ത IFFKക്കും പോകണം. ഇനിയിപ്പോ അടുത്ത സിനിമ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോണം എന്നാണ് വിചാരിക്കുന്നത്.
ഭയങ്കര ഒരു വേറിട്ടൊരു ലോകം തന്നെയാണ്. ഭയങ്കര ഇഷ്ടായി. ഏറ്റവും ബെസ്റ്റ് ഫിലിം, അതെ അതെ അതെ, ബെസ്റ്റ് ഫിലിം, ഓഡിയൻസ് പോള്, പിന്നെ നെറ്റ് പാക്ക്, ഫിപ്രസി, അങ്ങനെ ഒരു 5-6ഓളം പുരസ്കാരങ്ങള് നേടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമായാല്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഇത്രയും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ തിയേറ്റർ എക്സ്പീരിയൻസിൽ അത് പല ചിത്രങ്ങളും അങ്ങനെ വരുന്നത് കുറവാണ്. അതിന് എനിക്ക് തോന്നുന്നത് വേഫെയർ പ്രൊഡക്ഷൻ എടുത്താണ് ഞങ്ങളെല്ലാവരും സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. ഇപ്പൊ IFFK ഓടിയെങ്കിലും ഇനിയിപ്പോ അത് തിയേറ്ററിൽ കാണിക്കണല്ലോ. തിയേറ്ററിൽ ഇത്രയും ഡിലേ ആയി, പറ്റിയൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാത്തതിന്റെയും ഇനിയിപ്പോ ആരെടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് DQ എടുത്തത്. ഒരു വലിയൊരു ഭാഗ്യം, സന്തോഷമാണ് ഞങ്ങൾക്ക്. അതെ, ആ സിനിമ കാണുമ്പോൾ നമ്മള് ഇതൊക്കെ ഇതിലെല്ലാരും അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നുള്ളൊരു അല്ലേ ആണെന്ന് എല്ലാരും പറയുന്നു. കാരണം ഒന്നാമത് എല്ലാവരും പുതിയ ഫേസസ്, ഒരുപാട് കണ്ടിട്ടില്ലാത്ത മോഹങ്ങളാണ്. കുമാർജി ഒഴികെ ബാക്കി എല്ലാവരും. അതെ അതെ അതെ, ഷംലയാണെങ്കിലും ഒരു പടം 1000 മുന്നേ ചെയ്തിട്ടുണ്ട്. കുമാർജി ഒരുപാട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മളും അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥകള്, ഒരു കഥ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നടക്കണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് അതില് മെയിനായിട്ട്. അത് എല്ലാവരും അഭിനയിക്കുകയാണെന്നുള്ളത് തോന്നണേ ഇല്ല എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഡബിങ്ങിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു ലോക്കൽ സ്ഥലത്തുള്ള സെയിം ലാംഗ്വേജ് തന്നെ കൈകാര്യം വളരെ കൂളായിട്ട് നമ്മൾ വീട്ടിൽ. അത് തന്നെയാണ് നമ്മൾ ഡയറക്ടർ വിചാരിച്ചതും. ഡയറക്ടർക്കും അതാണ് ആവശ്യം. ഫാസിലിനെ സംബന്ധിച്ച് കുറെ സിനിമകളിൽ അഭിനയിച്ച ആളുകൾ വേണമെന്നോ നാടക പ്രവർത്തകരാവണമെന്നോ ഒന്നുമല്ല. അവൻ വിചാരിക്കുന്ന സാധനം നാച്ചുറലായിട്ട് കിട്ടണം. കുറെ പേര് വന്നു പോയി ലൊക്കേഷനിൽ, പക്ഷെ അതൊന്നും ഫാസിലിന്റെ ഫേസ് കണ്ടാൽ അറിയാം അവന് തൃപ്തി ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇതിന് ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നോ? ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫാസിൽ എന്നെ കുറെ സെർച്ച് ചെയ്ത് ഓരോരുത്തരെയും കണ്ടുപിടിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 1001 സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അങ്ങനെ ഷംല. അതെ അതെ, അങ്ങനെ ഷംല. പിന്നെ കുമാർജിനെ ഏതോ ഒരു സിനിമയുടെ പേര് പറഞ്ഞു, അത് കണ്ടിട്ടാണ് ഫാസിൽ വിളിച്ചത് തോന്നുന്നു. പിന്നെ ഈ ട്യൂഷൻ വീടുന്നു ഞങ്ങള് കുറച്ച് പേര്, ഞാന് ബിനി ആദ്യം ഇങ്ങനെ വിറക്കണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സീനിലല്ലേ വരുന്നുണ്ട് ഊതിക്കാനായിട്ട്. ബിനി, ജമീലാത്ത, അങ്ങനെയുള്ളവരൊക്കെ ട്യൂഷൻ വീടുന്ന് കുട്ടികളുടെ അമ്മമാരാണ്. പിന്നെ സൈനാത്ത എന്ന് പറയുന്നത് നമ്മുടെ സൈനാത്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല. സൈനാത്തനെ കാണിക്കണില്ല, ആൾ ഓൾറെഡി മരിച്ചു പോയി. ആളുടെ റുക്കിയാത്ത എന്ന് പറയണത് ഫാസിലിന്റെ ബെഡാണ്. അതെ, അവിടുന്ന് റുക്കിയ എന്നുള്ള കഥാപാത്രം ഫാസിലിനെ പഠിപ്പിച്ച ടീച്ചറാണ്, മിനി ടീച്ചർ. അതൊക്കെ ഞങ്ങളൊക്കെ അടുത്ത ആൾക്കാർ തന്നെയാണ്. പിന്നെ ഉമ്മയായിട്ട് ചെയ്തത് പൊന്നാനി ഒരു സ്കൂളിലെ ടീച്ചറാണ്, പുഷ്പ ടീച്ചർ. അവര് കുറെ നാടകങ്ങളും ടെലിഫിലിമുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അവരൊരു ആർട്ടിസ്റ്റാണ്. അവരും 3 എക്സ്പീരിയൻസ് ഉള്ളവർ. ബാക്കി എല്ലാവരും ഉമ്മയായിട്ട് ചെയ്തൊക്കെ നല്ല നല്ല രസമായിട്ടൊരു ഉമ്മ അവസാനം ഫെമിനിസ്റ്റ് ആയി. അതെ അതെ, ഉമ്മ ഫെമിനിസ്റ്റ് ആയി മാറി. പിന്നെ അതില് പിന്നെ നമ്മുടെ എന്താ പറയാ, ഒരു ഉസ്താദിന്റെ അടുത്ത് പോകണ്ടല്ലോ ഞങ്ങളെല്ലാരും കൂടെ. പിന്നെ അത് മുസ്തഫ സർഗം. അവൻ ഇതുപോലെ JSK എന്നുള്ള സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്ത ആളാണ്. വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. എല്ലാരും ഭയങ്കര ഒരു വീട്ടിൽ നടക്കണ അതേ ഒരു. അതെ, എല്ലാവരും അഭിപ്രായം പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. നമുക്കിനി നല്ലൊരു പാട്ട് ആയാലോ? എന്തായാലും മേശമ്മലിരിക്കുക, അത് കേട്ടിട്ടാണോ? അല്ലല്ല, മേശമ്മലിരിക്കുന്ന ഒരു താളുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നല്ലോ. 4 വരെയാണെങ്കിലും കേൾക്കുമ്പോ ഞാൻ തന്നെ ഓർത്തു ഇത് ഏത് പാട്ടാണ്. നമുക്ക് കുറച്ചേരം മൂളാൻ തോന്നുന്ന പാട്ടാ അത്. മേശമ്മലിരിക്കണം. അല്ല, നമുക്ക് ഏതെങ്കിലും സിനിമ പാട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും പഴയ പാട്ടോ പാടാം. എന്തെങ്കിലും ഹസ്ബൻഡിന്റെ കൂടെ സ്റ്റേജ് ഷോസിൽ വല്ല അങ്ങനെ പാടിയിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനൊന്നും പാടിയിട്ടില്ല. ഡുവൈറ്റ് ഒക്കെ പോലെ പാടണെങ്കിലും പാടിയിട്ടില്ല. പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, കേട്ട് പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ കേട്ടിട്ടുള്ള അറിവുകള്. ഒരാഗ്രഹത്തിന്റെ പുറത്ത് ഒരാഴ്ച എങ്ങാണ്ട് ക്ലാസ്സിന് പോയി പണ്ട്. UP സ്കൂളിലോ ഹൈസ്കൂളിലോ കണ്ട് പഠിക്കും. അത് കല്യാണത്തിന് മുന്നേ മുന്നേ സ്കൂളിൽ പഠിക്കും. അത് വീട്ടുകാരറിയാണ്ട് അങ്ങനെ പോയത്, ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട്. പിന്നെ ക്ഷമയില്ലാത്തോണ്ട് നിർത്തിയതാ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഡാൻസ് പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഡ്രൈവറൊക്കെ ആയിരുന്നു. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പോണ ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അതിന് വലിയ കമ്പം ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും ഇഷ്ടമുള്ള ഇതിലും 4 വരി പാട്ടല്ലേ.
താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. 4 വരി. കൂടുതൽ പാടിപ്പിക്കണമായിരുന്നു, പക്ഷെ സമയത്തിന്റെ പ്രശ്നം. പക്ഷെ നന്നായി പാടുണ്ട്. നല്ല അത് പാടുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നന്നായിട്ട് പാടിയെന്നുള്ളത്. അതെ, വീട്ടില് ഒരു ഓൾറെഡി ഉണ്ടല്ലോ പാട്ടുകാരൻ, അപ്പൊ ഈ മുല്ലപ്പൂങ്കൊടി എന്നുള്ള സംഭവം കുറച്ച് മുല്ലപ്പൂമ്പൊടി ഉണ്ടാവും. പിന്നെ എന്റെ വീട്ടില് കുറച്ചിങ്ങനെ അച്ഛൻ, പാപ്പന്മാര്, മാമൻ, അമ്മായിമാരൊക്കെ ഒക്കെ പാടുന്നവർ തന്നെയാണ്, പുറത്ത് വന്നില്ലെങ്കിലും. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പാടുമ്പോ കറക്റ്റ് ചെയ്ത് തരും പുള്ളി ഇങ്ങനെ? അതിന് ഞാൻ മൂളിപ്പാട്ട് പാടുന്നത് മൂപ്പര് ശ്രദ്ധിക്കില്ലല്ലോ, ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് അല്ല ചിലപ്പോ അങ്ങനെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൽ ഡുവേറ്റ് ഒക്കെ അങ്ങനെ പാടാറുണ്ടോ? അങ്ങനൊന്നും പാടിയിട്ടില്ല. വീട്ടിലെ പ്രോഗ്രാമിന് ഒന്നുമില്ല. വീട്ടില് ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് ഹാർമോണിയം, തബലയും എല്ലാവരും ഇവിടെ വിഷുണ്ട്, ഏട്ടന്മാരൊക്കെ എല്ലാവരും കൂടി അങ്ങനെ എല്ലാവരും കൂടി പാടാം. അത് പിന്നെ കൂടെ പാടാണല്ലോ, കോറസാണല്ലോ മൊത്തം. ഒക്കെ പാടുമ്പോഴേ നമുക്ക് സ്റ്റേജിലൊക്കെ നമുക്ക് ചിലപ്പോ തോന്നുമല്ലോ അത്യാവശ്യം ഇപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ മതിയല്ലോ. സ്റ്റേജ് ഷോ ഒക്കെ നല്ല നല്ല ഡുവേറ്റ് ഒക്കെ. അത് വേറെ, സ്റ്റേജ് ഷോ വേറെ, ഇത് വേറെ. മോൻ ശരിക്കും പഠിക്കുന്നുണ്ട്, അപ്പൊ പുള്ളി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലെ, ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കണില്ല, എന്നാലും കറക്റ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഫിലിം സോങ്ങും ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ പഠിപ്പിക്കും, കറക്റ്റ് ചെയ്ത് കൊടുക്കും. മോൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, ശിവരാമൻ നാഗലശ്ശേരി എന്ന പേര്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. 2 പിള്ളേര്, മൂത്താള് പവൻ, രണ്ടാമത്തെ ആള് പാർത്ഥിവ്. രണ്ടാമത്തെ ആളാണ് പാട്ട് പഠിക്കുന്നത്. മൂത്തവനാണ് പാട് ശരിക്കും, പക്ഷെ അവൻ പുറത്തേക്ക്, അവൻ ഈ റിയാലിറ്റി ഷോയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അവൻ +2 കഴിഞ്ഞ് ഇനി മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് ചെയ്യാൻ പോണത്. അപ്പം ചെറിയ ആള് 9ല്. അപ്പൊ വീട്ടില് മൊത്തം ഒരു മറ്റേ സംഗീതപരമായിട്ടുള്ളൊരു ഒരന്തരീക്ഷമൊക്കെ ഉണ്ട്. അമ്മയും പാടാ ലിസ്റ്റിലേക്ക് എടുത്തണ്ട. അപ്പൊ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു ഈവൻ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നിങ്ങൾ സാധാരണ രീതിയിലുള്ള കോസ്റ്റ്യൂം അല്ലേ? സാധാരണ കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുമ്പോ എന്റെ അടുത്ത് നൈറ്റ് എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞു. നമ്മള് സാധാരണ ഇത്ര കൈയുള്ള നൈറ്റ് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. അവിടെ എത്തിയപ്പോഴാണ് ഇത്ര കൈയുള്ള, സാധാരണ മുസ്ലിം ഫാമിലി ഇത്ര കൈയുള്ള നൈറ്റ്, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അപ്പൊ അതൊക്കെ അവിടെ എടുത്തിട്ട് അവിടെ തൊട്ടടുത്തുള്ള താത്തമാരുടെ കറക്റ്റ് ആയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ 1-2 ഫ്രണ്ട്സിന്റെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെയാണ് കോസ്റ്റ്യൂം. അപ്പന മേക്കപ്പും കാര്യങ്ങളൊക്കെ. മേക്കപ്പ് ഒന്നും ഇല്ല അതില്, ഒരു മേക്കപ്പും ഇല്ല. പൗഡർ പോലും ഞാൻ ചോദിക്കും, ഫാസ്റ്റിലെ പൗഡർ ഒരു സാധനം വേണ്ട മാക്സിന്റെ. എന്താ നമ്മൾ ആദ്യത്തെ ഉള്ള സിനിമ, അപ്പൊ അതുകൊണ്ട് ചോദിക്കണത്. അതുപോലെ മാക്സി തന്നെ കുറച്ച് ഇത്തിരി കളറുള്ള മാക്സി ആണെങ്കിൽ അത് സമ്മതിക്കില്ല. വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ പണികൾ ചെയ്യുന്ന ഒരു നാച്ചുറൽ. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിലും എല്ലാം ഭയങ്കര നാച്ചുറൽ ആയിട്ട് എടപ്പാള് പൊന്നാനി ഭാഗത്തെ ഒരാൾക്കാർ എങ്ങനെയാണോ അതേപോലെ അതേപോലെ തന്നെയായിരുന്നു അവിടെ അടുത്തുള്ള ഉമ്മമാര് വരുമ്പോഴും ഒരേപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇത് സിനിമയാണോ ഷൂട്ടിംഗ് ആണോ ശരിക്കുള്ള മാറി വന്ന ആൾക്കാരാണോ എന്നുള്ളതൊരു ഫീല്. അത്രയും നാച്ചുറൽ, എല്ലാം കൊണ്ടും നാച്ചുറൽ ആയിട്ട് കോസ്റ്റ്യൂമിന്റെ കാര്യം. ഈ ഡയറക്ടർ എന്ന് പറയുമ്പം 1001 സ്പോട്ട് എഡിറ്റർ ആണല്ലേ? അതെ 1001 ഡയറക്ടറാണ് താമർ. അതിൽ തന്നെ അഭിനയിച്ച് വക്കീലായിട്ട് അഭിനയിച്ച സുധീഷ് കറിയ, ഇവർ 2 പേരാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. താമറാണ് പ്രൊഡ്യൂസർ, താമർ സുധീഷ് കറിയ 2 പേരാണ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഞാൻ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. IFFK വന്നിട്ടാണ് സുധീഷ് കറിയനെ കാണുന്നത്. താമറിനെ ഇപ്പൊ നമ്മളെ റിലീസായിട്ട് നമ്മുടെ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത്. താമറിന്റെ ഫസ്റ്റ് പടം 1001 നല്ലൊരു പടമായിരുന്നു. അതേപോലെ തന്നെ വളരെ നല്ലൊരു ഫാമിലി ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതേപോലെ തന്നെ സർക്കിട്ട് താമറിന്റെയാണ്. സർക്കിട്ട് ഇനിയിപ്പോ അടുത്ത് ഓരോ പ്രൊജക്ട്സ് വരുന്നുണ്ട്, അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ. കുഴപ്പമില്ല, 2 പേരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. സുധീഷ് കറിയ എനിക്ക് തോന്നുന്നു ആള് UK-ലാണ് ഉള്ളത്. താമർ ഇപ്പൊ നാട്ടിലുണ്ട്.
അപ്പൊ എന്തോ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ബോംബെ പോവാന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദുബായി പോകുന്നു പറഞ്ഞു. 1000 പുതിയ എല്ലാം പുതുമുകൾക്കുള്ള ഒരു ചാൻസ് ഉള്ള ഒരു പടമായിരുന്നു ഒക്കെ ദുബായില്. അതെ അതെ. അപ്പൊ ഷംല ഹംസ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. നമുക്ക് കൂടെ കട്ടക്ക് ഉണ്ടാവുമല്ലോ. ഷംലയ്ക്ക് സ്ഥലം സെയിം അടുത്തടുത്ത് തന്നെയാണല്ലോ. ഷംലാന്റെ തൃത്താല ഒരു 20 മിനിറ്റ് ദൂരമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൊണ്ടും കംഫർട്ടായിരുന്നു. അതെ 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 അതെ. ഇപ്പം ഈ പടം ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ലോക, കാന്താര, പിന്നെ രാവണപ്രഭു റിലീസ് ഒക്കെ ആ ഒരു സമയത്താണ് ഈ പടം ഇറങ്ങിയത്. അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നോ? ചാലഞ്ചിങ് ആയിട്ട് തോന്നുക പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ IFFK എന്ന് പറഞ്ഞ ആളുകൾ 2 കൈയും നീട്ടി സ്വീകരിച്ച സിനിമയാണ്. അപ്പൊ ഞങ്ങള് വിചാരിച്ച എന്തായാലും നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, നാട്ടിലെ തിയേറ്ററിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കും. പ്രത്യേകിച്ച് DQ പോലുള്ള ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞാല്. പക്ഷെ എന്തോ വേണ്ടത്ര അങ്ങോട്ട് ഒരു തള്ളിക്കയറ്റം തോന്നില്ലേ. ഒന്നെങ്കിൽ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു അവാർഡ് പടം, കുറെ അവാർഡുകളുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ആ പോസ്റ്ററിൽ, ഒന്നെങ്കിൽ അതുകൊണ്ടാവാം. അതല്ലെങ്കിൽ പോസ്റ്ററിൽ തന്നെ വലിയ താരമൂല്യമുള്ള തലകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ ഞങ്ങളെല്ലാവരോടും പറയണത് എന്താ വെച്ചാൽ ഇത് ഒരു അവാർഡ് പടമല്ല, അവാർഡുകൾ കിട്ടിയ പടമാണ് എന്ന് ഞങ്ങള് പലരോടും പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ആരും ഒരാളും മോശം അഭിപ്രായം പറയണില്ല അല്ലെ. ഇപ്പൊ മീനാക്ഷി ആരും മോശം അഭിപ്രായം പറഞ്ഞില്ല. പക്ഷെ ഇത് മൗത്ത് പബ്ലിസിറ്റി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് കുറെ പേര് വന്ന് കണ്ടു. കാണാത്തവര് ഇനിയും പുറത്തുണ്ട്. പക്ഷെ അവർക്ക് എന്തോ തിയേറ്റർ റെസ്പോൺസ് അതങ്ങനെയായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ തിയേറ്ററിൽ ആളുകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. ഒരുപാട് പേര് വന്ന് കണ്ടു. ഒരുപാട് സ്ഥലത്ത് നമുക്ക് വിളി വന്നു. കണ്ണൂര്, കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു കുറെ പേര് നമ്മളെ വിളിച്ചു. കാരണം ഈ പടത്തില് നല്ലൊരു മെസ്സേജും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാല് വേറെയാണ്. എത്രത്തോളം സിമ്പിളാക്കി ഒരു നർമ്മത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ നർമ്മത്തിലൂടെ അത് കാണിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവാർഡ് പടാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല. അതെ, സീരിയസ് ആണോ? ഇത് കണ്ടു കഴിഞ്ഞാൽ പടമായിട്ടേ തോന്നില്ല. നമ്മള് വീട്ടിലിരുന്നിട്ടൊരു വീട്ടിലെ സംഭവങ്ങൾ കാണുന്നു, അത്രേ ഫീൽ വരുള്ളൂ. ഒരു മൂവിയായിട്ടും ഫീൽ ആവില്ല. എപ്പോഴും നമ്മുടെ മുന്നിൽ ഇപ്പോഴും ആ വീടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും എല്ലാരും കാണേണ്ട പടമാണ്. തീർച്ചയായിട്ടും എല്ലാരും കാണേണ്ട പടമാണ്. അതൊരു അവാർഡ് സിനിമയാന്ന് വിചാരിച്ചിരിക്കരുത്, എല്ലാരും വന്ന് കാണാം. ഇനിയിപ്പൊ അതിന്റെ ടൈറ്റിലിന്റെ പ്രശ്നമാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്നൊക്കെ പറയുമ്പോ അതും ചിലപ്പോ ഇനിയിപ്പം എന്തെങ്കിലും അല്ലെങ്കിൽ അത് തോന്നിയില്ലേ. ഫെമിനിച്ചി ഫാത്തിമ എന്ന് കേൾക്കുമ്പോ അതിലേക്ക് ഒരു അട്രാക്ഷൻ വരുമല്ലോ, എന്താണ് സംഭവം എന്നറിയാം. നേരെ മറിച്ച് വേറെ വല്ല പേരുകളാണെങ്കിൽ അത്ര അങ്ങോട്ട് ഒരു ഇത് തോന്നില്ല, എനിക്ക് തോന്നുന്നത്. കാരണം അത് അല്ലെങ്കിൽ പിന്നെ അവാർഡിന്റെ തന്നെ ആയിരിക്കും. അവാർഡ് സിനിമ, അവാർഡ് കിട്ടിയ സിനിമ അല്ലേ, അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഓൾറെഡി നേരത്തെ ഇട്ട ടൈറ്റിൽ തന്നെയാണ്. പേര് ഫാസില് മുന്നേ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മേലെ ഫെമിനിച്ചി ഫാത്തിമയും കൂടി ആയപ്പോ അത് ഭയങ്കരമായിട്ട് സിങ്ക് ആയിട്ട് പറ്റിയ പേരാണ്. ലാസ്റ്റ് ആ ഡയലോഗിലൊക്കെ വരുന്നതും നീ ഫെമിനിച്ചി ആണോന്നൊക്കെ ചോദിക്കുന്നത്, അത് ഭയങ്കര ഒരു സീനായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര. പുള്ളി വളരെ യങ്ങായിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു. പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം എഡിറ്റിങ്ങും എല്ലാം ഫാസിൽ തന്നെയാണ്. 27 വയസ്സ് ആയിട്ടേ ഉള്ളൂ ഇപ്പൊ ഫാസിലിന്. ഇത്ര ചെറുപ്പത്തിൽ നല്ലൊരു സിനിമ ചെയ്യുക, ഒരുപാട് ആദ്യത്തെ ഒരു സിനിമ, പിന്നെ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് ഫാസിലിനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും. അതെ, അതും അതെ, എത്രയും ഒരു അധികം പുതുമുകളല്ലാത്ത ആൾക്കാരെയും എടുത്തിട്ട്. അതെ 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 അതെ. നല്ലൊരു പടം ഫാസിൽ ചെയ്യട്ടെ, അതിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ കാണട്ടെ. ഫാസിലിനി വിളിക്കാൻ തോന്നണല്ലോ. അതെ, അപ്പൊ എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഫെമിനിച്ചി കാണാൻ ഒരുപാട് ഇനി ആൾക്കാരും ബാക്കിയുണ്ട്. അവരൊക്കെ വന്ന് തിയേറ്ററിൽ കാണട്ടെ, OTT ഇറങ്ങുമ്പോഴും കാണട്ടെ. അതെ, എല്ലാവരും എല്ലായിടത്തും സിനിമ കാണുക, അതേ പറയാനുള്ളൂ. ഇനി എല്ലാം അടുത്തുള്ള എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും all the very best wishes. ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിൽ, സൂറാത്തേനെ കേട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. മീനാക്ഷിക്കും താങ്ക് യു.